അതേപോലെ കസിൻസ് നാട്ടിലെ വെക്കേഷൻ വന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ അമ്മയുടെ മോള് കിട്ടിയോന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് അമ്മയുടെ വീട്ടിൽ ചെറുപ്പത്തിൽ നമുക്ക് കസിൻസിനോടുള്ള ബോണ്ട് കുറെ കഴിഞ്ഞാൽ അത് പോവല്ല ലൈക്ക് പിന്നെ എപ്പോഴും അവരെ കാണാലോ ഒന്നും അവരുടെ ഫാമിലിയായി സെറ്റിലായി അവരവരെ പ്രാരാരായി അങ്ങനെ നടക്കുക. അങ്ങനെ രസമാണ് ഇടയ്ക്ക് അങ്ങനെ കസിൻസ് കണ്ടപ്പോൾ അന്ന് അങ്ങനെ കുറെ സംസാരിച്ചു. ചായ ഉണ്ടാക്കി, ഞാനും ആയത്തേം കൂടിയും അടുക്കളയിൽ പോയി ഞങ്ങൾ ഒരുമിച്ച് ചായ ഉണ്ടാക്കി കുറെ സംസാരിച്ചു. ആണല്ലോ വളർന്നു വരുന്ന ഒരു കോണ്ടന്റ്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഓൺ ചെയ്യും, വിൽ ടേക്ക് സം കുഞ്ഞു ചായ കുടിക്കുന്നതായാലും എന്റെ മെയിൻ ഏരിയ ചായ കുടിക്കലായതുകൊണ്ട് ചായ കുടിക്കുന്ന വീഡിയോസ് എടുക്കും. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഒരു കസിന്റെ കോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് വെറുതെ വിളിച്ചൊരു കോളല്ല. അന്ന് ഞാൻ ആ പറഞ്ഞത് നിനക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. എന്ത് പറഞ്ഞപ്പോ ഐ ഹാഡ് എ വെരി ഗുഡ് ടൈം ദേർ. ആയിട്ട് ഭയങ്കര കുറെ കാലത്തിന് ശേഷം കണ്ടന്റ് ആ ഒരു എക്സൈറ്റ്മെന്റിൽ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. അതിലിപ്പോ ഫീൽ ചെയ്യാൻ മാത്രം അവിടെ ക്യാമറ ഓൺ ചെയ്ത് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ വിറ്റ് കാശാക്കണ്ടെന്നോ അങ്ങനത്തെ പറഞ്ഞത്രേ ഞാൻ അതൊന്നും കേട്ടിട്ടില്ല. ഇനി അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ആ ഒരു സെൻസിൽ എടുക്കുള്ളൂ. വിറ്റ് കാശാക്കാൻ യൂട്യൂബിൽ വെറും 323 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഞാൻ വിറ്റ് കാശാക്കാനാണ്. ഇൻസ്റ്റഗ്രാമിൽ വെറും 2500 പോലും ഫോളോവേഴ്സ് ഇല്ലാത്ത ഞാൻ എന്ത് കോണ്ടന്റ് അതിൽ നിന്ന് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കാനാണ് അത് ഞാൻ. പക്ഷെ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല, കാരണം അത് ഞാൻ ഉള്ളിലേക്ക് എടുത്തിട്ടില്ല. ചിരിച്ച് തള്ളിയിട്ടുണ്ടാവണം. എനിക്കത് ഫീൽ ആയിട്ടുണ്ടാവുമോ എന്ന് കരുതി 2 ദിവസം കഴിഞ്ഞ് ഷി കോൾഡ്. മുന്നാരത്തെ ഞാനിനിപ്പോ അത് അങ്ങനെ എനിക്ക് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ തന്നെ പറയായിരുന്നു. അല്ലെങ്കിൽ എന്റെ മുഖത്ത് അറ്റ്ലീസ്റ്റ് കാണുമല്ലോ അങ്ങനെ ഫീൽ. ഞാൻ നേരിട്ട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്റെ മുഖം വളിയുന്നതെങ്കിലും അവർക്ക് അറ്റ് ദ മൊമെന്റ് മനസ്സിലാവുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം, പൊരുത്തപ്പെട്ടിരണം എന്നൊക്കെ ഞാൻ ആലോചിക്കാം. എത്ര പാവമായിട്ടായിരിക്കും അത് അങ്ങനെ അതിനങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. അയ്യോ എന്റെ ചായ, അയ്യോ ചായ. ബൈ.